CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സഹകരണ വകുപ്പ് ആദ്യ തട്ടിപ്പ് കണ്ടെത്തിയത് ഏപ്രിൽ 30 നടത്തിയ പരിശോധനയിലാണ്. ഇക്കാര്യം ഭരണസമിതിയെ രേഖാമൂലം അറിയിച്ചു. മെയ് 13 പണം തിരിച്ചടയ്ക്കാൻ ഭരണസമിതി രതീശന് നിർദ്ദേശം നൽകി. എന്നാൽ അവധിയിലായിരിക്കെ ഈ മാസം 9 എത്തി ലോക്കർ തുറന്ന് സ്വർണം എടുക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ സാരംഗെ? ശരിക്കും എന്താണ് സംഭവിച്ചത്? മോത്തി, ഗുഡ് മോർണിംഗ്. അതീവ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് ആദ്യഘട്ടം എന്ന തരത്തിൽ തന്നെ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹകരണ വകുപ്പ് ഇത്തരത്തിൽ സൊസൈറ്റിക്കകത്ത് ഒരു തട്ടിപ്പ് നടന്നു എന്നതിന്റെ ആദ്യഘട്ട വിവരം പുറത്തുവിട്ടത് കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു. അത് രേഖാമൂലം തന്നെ ഭരണസമിതിയെ അറിയിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഭരണസമിതി അറിയിച്ച സമയത്ത് ഭരണസമിതി സെക്രട്ടറി ആയിട്ടുള്ള രതീശനോട് രേഖാമൂലം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ആ സമയത്ത് ഇത് അത്രത്തോളം വലിയ ഒരു തട്ടിപ്പാണെന്ന് ഭരണസമിതിക്കും അതുപോലെ തന്നെ സഹകരണ വകുപ്പിനും മനസ്സിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സമയത്ത് തന്റെ കയ്യിലുള്ള കുറച്ച് സ്ഥലം വിറ്റ് ആ നഷ്ടം നികത്താം എന്നുള്ള ഒരു ഉറപ്പ് കൂടി രതീശൻ ഭരണസമിതിക്ക് നൽകുകയുണ്ടായി. ഇതേ തുടർന്നാണ് രതീശനോട് അവധിയിൽ പോകാനായിട്ട് ഭരണസമിതി നിർദ്ദേശം നൽകിയത്. ഈ നഷ്ടം അല്ലെങ്കിൽ ഈ കോട്ട നികത്തിയതിനു ശേഷം മാത്രം സെക്രട്ടറി സൊസൈറ്റിക്കകത്ത് പ്രവേശിച്ചാൽ മതി എന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ഈ സൊസൈറ്റിയുടെ ഭരണസമിതി നൽകിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് മെയ് 9 മറ്റൊരു കുറ്റകൃത്യം കൂടി രതീശൻ സൊസൈറ്റിക്കകത്ത് കയറി നടത്തിയത് എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് രതീശൻ ഇത്തരത്തിലൊരു തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണിത്. കാരണം മെയ് 9 അവധിയിലിരിക്കുന്ന സമയത്ത് മെയ് 9 ഈ രതീശൻ സൊസൈറ്റിക്കകത്ത് എത്തുന്നു. ആ സമയത്ത് രണ്ട് ജീവനക്കാരികൾക്കാണ് ഇത്തരത്തിൽ ലോക്കറിന്റെ ചാർജ് ഉള്ളത്. അതിൽ എക്സ്പീരിയൻസ് ഉള്ള, പരിചയ സമ്പത്തുള്ള, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന ജീവനക്കാരിയെ തന്ത്രപൂർവ്വം കേരള ബാങ്കിലേക്ക് പറഞ്ഞയച്ച് മറ്റൊരു ജീവനക്കാരിയിൽ നിന്ന് സൂത്രത്തിൽ താക്കോലെടുത്തുകൊണ്ട് പോയാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി രതീശൻ കടന്നു കളഞ്ഞത് എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് കേരള ബാങ്ക് ഇത്തരത്തിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കൊക്കെ തന്നെ ക്യാഷ് ക്രെഡിറ്റായി നൽകുന്ന പണത്തിൽ പോലും ഇത്തരത്തിൽ രതീശൻ തട്ടിപ്പ് നടത്തിയെന്നത് ഇതുവരെ സമാനതകളില്ലാത്ത, കേരളത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പ് സഹകരണ മേഖലയ്ക്ക് അത് നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ സമാനതകളില്ലാത്ത, കരുവന്നൂരിൽ പോലും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ കാറടുക്കയിൽ അതല്ലെങ്കിൽ മുള്ളേരിയിലുള്ള കാറടുക്ക സൊസൈറ്റി നടന്നത് എന്നതിന്റെ ഒരു പ്രാധാന്യം വെളിവാക്കുന്നുണ്ട്. മോദി.